അപ്പോൾ ഇന്ന് നമുക്കൊരു ആലു പൊറോട്ട ഉണ്ടാക്കിയാലോ. ആലു പൊറോട്ടയുടെ മസാല ഉണ്ടാക്കാനായി ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി പച്ചമുളക് ഒന്നിട്ട് വഴറ്റി മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങും കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് കിടന്നാൽ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്കത് നല്ലപോലെ പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്ന് സ്മാഷർ വെച്ച് നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടാണ് ഞാൻ ആട്ട കുഴച്ചെടുത്തിരിക്കുന്നത്. നീ സ്ലാബ് വൃത്തിയാക്കിയതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ച് ഞാനൊന്ന് പരത്തിയെടുക്കുകയാണ്. ചെറിയ റൗണ്ട് ഷേപ്പിൽ പരത്തിയതിന് ശേഷം അതിന്റെ ഉള്ളിൽ ഞാൻ ഉരുളക്കിഴങ്ങിന്റെ മിക്സ് വെച്ചൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി കുറച്ച് ആട്ട തൂവി കൊടുത്ത് ആ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുള പതിയെ ഒന്ന് പരത്തിയെടുക്കാൻ കേട്ടോ. ചപ്പാത്തി പരത്തുന്ന അതേ സ്പീഡിൽ നമുക്ക് ഇത് ഇനി പരത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. സ്പീഡിന് പരത്തി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് എല്ലായിടത്തും ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്ക് ആ ഷേപ്പിൽ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. ഈ പരത്തി വെച്ചിരിക്കുന്ന ആലു പൊറോട്ട ഒരു തവ ചൂടാക്കി അതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി അതിന്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യോ എണ്ണയോ നമുക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അത് തൂവി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ നെയ്യാണ് തൂവി കൊടുക്കുന്നത്. അപ്പൊ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി അതിലേക്കുള്ള ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ആലു പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ ആയിട്ട് തക്കാളി ചട്നിയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാറ്. തക്കാളി ചട്നി റെഡിയാക്കാനായിട്ട് ഒരു ജാറിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് അതിലേക്ക് ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് ഉപ്പ് അതിട്ടൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആലു പൊറോട്ടയും ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചട്നി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചട്നി പൊന്നൂന് വലിയ ഇഷ്ടമൊന്നുമല്ല, അവൻ സോസ് കൂട്ടിയാണ് കേട്ടോ ആലു പൊറോട്ട കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും ആലു പൊറോട്ട ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ ബൈ.